ഹലോ, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു റമളാൻ ഡേ മൈ ലൈഫ് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം 4:30ക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. 4:30ക്കല്ല, 4:15 അലാറം അടിയാൻ തുടങ്ങിയിട്ടുണ്ട്. 4:30ക്ക് നമ്മൾ എണീറ്റു. ലാസ്റ്റ് അലാറം 4:30ക്ക്. ഓക്കെ. അപ്പോൾ 4:30ക്ക് എണീറ്റിട്ടുണ്ട്. പിന്നെ എപ്പോഴാണെങ്കിലും എനിക്ക് ഈ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ആണെങ്കിൽ നേരം വൈകിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും അത്താഴത്തിന് എണീക്കുമ്പോൾ കേട്ടോ. പിന്നെ റൂമിലൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കാറുള്ളത്. എൻ്റെ ധൈര്യം കൊണ്ടാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് കേസ്. അറിയില്ല, ഉസ്മാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉറക്കപ്പിച്ചിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ചു സെറ്റായി നമ്മൾ അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോൾ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു കൈസ്. അപ്പോൾ ഉപ്പ കറിയൊക്കെ ചൂടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പി. പിന്നെ ഞാൻ ഈ കറി വേറെ പാത്രത്തിലൊന്നും എടുക്കാറില്ല കേട്ടോ. കറി ഇങ്ങനെ ചോറിൽ ഇങ്ങനെ എടുത്തിട്ട് വേണ്ടത് എടുത്തിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ ചായ അപ്പുറം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ മസ്റ്റാണ്. പിന്നെ നമ്മൾ അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ എന്താ പറയുക, രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം അത്താഴത്തിന് എന്തായാലും ഉറക്കപ്പിച്ചിലാണ് എണീക്കാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ ആദ്യം ഉണ്ടാക്കി വെക്കും. രാത്രി ചോറ് ഉണ്ടാക്കി വെക്കും. പിന്നെ അത്താഴത്തിന് ഇവിടെ എല്ലാവരും ചോറാണ് കഴിക്കാറ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പത്തിരിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറും മീൻകറിയും ഉണ്ടാവും. ഒരുപാട് ഹെവി ആയിട്ടൊന്നും അത്താഴത്തിന് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ല. ചോറിനെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിക്കുന്നതാണ്. പിന്നെ വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചോറ് കഴിക്കണതാണ്. അപ്പം ചോറ് പിന്നെ കട്ടൻ മസ്റ്റാണ്. കട്ടൻ കുടിച്ചില്ലെങ്കിൽ തല പെരുക്കും ഗൈസ്. തലവേദന എല്ലാം കൂടെ ആയിരിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ, ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ കട്ടൻ കുടിക്കും. ഓക്കെ. അങ്ങനെ കട്ടനും കുടിക്കും. അങ്ങനെയാണ്. ഉപ്പാക്ക് പിന്നെ കട്ടൻ ചായ മസ്റ്റാണ്. കട്ടൻ ചായ ഇല്ലെങ്കിൽ ഉപ്പക്ക് കട്ടൻ വേണം. ഉപ്പ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കുടിക്കുന്ന ആളാണ്. അപ്പം നോമ്പിന് 2, 3 കട്ടൻ ഉപ്പ നോമ്പ് എടുക്കുന്നതിന് മുന്നേ തന്നെ കുടിച്ച് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കാരണം രാവിലെ എണീച്ചാൽ ഇനിയിപ്പോൾ വീണ്ടും പാത്രം ഒന്നും കഴുകണ്ടല്ലോ. അപ്പം നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ ഫ്രഷ് ആയിരിക്കും നമ്മൾ അടുക്കള. രാത്രിയും ഞാൻ അങ്ങനെ തന്നെ കേട്ടോ. എല്ലാ പാത്രവും കഴുകിയിട്ടാട്ടോ കിടക്കാറുള്ളത്. പിന്നെ കുറേ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പല പല സാധനങ്ങളും ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ വരും കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കിടക്കണം എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. പക്ഷേ കിടക്കാൻ പോകുമ്പോഴായിരിക്കും ഫോണിൽ നോക്കുക. അപ്പോൾ കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു. പിന്നെ കർട്ടനൊക്കെ പൊന്തിച്ചിടാണ്. വേറൊന്നുമല്ല, കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയാലൊന്നും ഞാൻ അറിയില്ല കേസ് കർട്ടൻ താത്തിട്ടാൽ. അപ്പോൾ കർട്ടൻ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം വന്നിട്ട് 6 മണിയായിട്ടുണ്ട്. സമയം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണൊന്ന് നോക്കിയതാ. പണ്ടാരാണ് ഞാൻ എൻ്റെ ഫേസ് ലോക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ ലോക്ക് ഒഴിവാവുക. 5:51 ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഫോണിൽ കളിച്ചോട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഇനി കിടന്നുറങ്ങാണ്. ഇനി കിടന്നുറങ്ങിയാൽ എപ്പോൾ എണീക്കും ചോദിച്ചാൽ ആരും ഇല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും. ഒരു 11 മണി 10 മണി വരെയെങ്കിലും കിടന്നുറങ്ങും. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെ അയാനും മക്കളും താത്തയും എല്ലാവരും ഉണ്ടായിക്കൊണ്ട് അത്ര നേരമൊന്നും കിടന്നുറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ദാ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. അയാൻ എൻ്റെ അടുത്ത് വന്ന് മെമാ മെമാ എണീക്ക് മെമാ എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ച് അങ്ങനെ എണീറ്റ് മറ്റാൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അയാനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവൻ അത്തായക്കളാണ് ഗൈസ്. അത്തായക്കളെ രാവിലത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ അങ്ങനെ. ഇനിയിപ്പം നമ്മൾ പ്രത്യേകിച്ച് റമളാൻ മാസം ഡേ മൈ ലൈഫായിട്ട് കാണിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറെ കാര്യം. എന്താ വെച്ചാൽ നമ്മളെ സാധാരണ പോലെ അല്ലല്ലോ. പിന്നെ എന്താ പറയുക, വൈകുന്നേരം വരെയും നമുക്ക് റെസ്റ്റ് ആയിരിക്കും. നമുക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഓത്ത് ഖുർആനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോവും. അപ്പോൾ ഇതാ മറ്റേയാള് കമന്ന് കിടക്കാനായിട്ടില്ല വാവ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്ന് ഇങ്ങനെ കിടത്തിക്കും കേട്ടോ. മൂപ്പര് ഇനി എപ്പോഴാണ് മൂപ്പർക്ക് തോന്നുന്നത് അറിയില്ലല്ലോ. അപ്പോൾ കമന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് പോകാനുണ്ട്. സമയം വന്നിട്ട് 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പുറത്ത് പോകണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി ഗൈസ്. ഹലോ നോമ്പുണ്ടോ നോക്കി, നോമ്പുണ്ടപ്പാന്ന് ചോദിച്ചോക്കെ. അപ്പോൾ അയാനിക്ക് നോമ്പില്ലാത്തതുകൊണ്ട് തന്നെ അയാന് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോവാണ്. അയാനിക്ക് കുറച്ച് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അയാൻ കാണാണ്ട് ഞാൻ ഉപ്പയൊന്ന് പുറത്ത് പോയി കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിരുന്നു. പിന്നെ ATM ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നട്ടുച്ചക്കാണ് ഗൈസ് ഇറങ്ങിയത്. നട്ടുച്ചല്ല, ഒരു 3 മണിയായപ്പോൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് മടി പിടിച്ച് ഞാൻ ഉപ്പയും കൂടി പോയി. അയാൻ്റെ കണ്ണ് പെടാണ്ട് പോകണം, ഇല്ലെങ്കിൽ അയാൻ ഇവിടെ ഫുള്ള് കരച്ചിലും വീഴ്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഉപ്പയും പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നല്ല വെയിലായിരുന്നു ഗൈസ്, ഒന്നും പറയണ്ട. എന്തോ ഒരു വെയിലാണ്. നോമ്പൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. അകത്ത് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വെയിലാണ്. ഒന്ന് പുറത്ത് പോയാൽ തന്നെ
നമ്മള് ക്ഷീണിച്ചു പോകും. അങ്ങനെ നമ്മൾ എടിഎമ്മിലൊക്കെ പോയി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പൊ സപ്പോട്ട കണ്ടു. അപ്പൊ കുറേ സപ്പോട്ട വാങ്ങി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്, ചിക്കു അടിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും വെയിലായിരുന്നു ഗൈസ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, കടന്റെ ഉള്ളോട്ട് അങ്ങോട്ട് കയറി ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഉപ്പയും വീട്ടിലേക്ക് വേഗം തന്നെ തിരിച്ചു വന്ന്. അങ്ങനെ നമ്മളൊരു 4 മണി ഒക്കെ ആയപ്പോൾ അസറ് കഴിഞ്ഞ് നമ്മളെ പണി, നമ്മളെ നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൊ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു. എന്നിട്ട് പത്തിരി നമ്മൾ എപ്പോഴും ഇവിടെ ചൂടും കേട്ടോ. എല്ലാ നോമ്പിനും ചൂടും. എന്താ വെച്ചാൽ നമുക്ക് പത്തിരി തിന്നാലാണ് ഒരു റാഹത്ത്. അപ്പൊ പത്തിരിയും കറിയും ഉണ്ടാവും. അതുകൊണ്ട് മാറ്റിയൊന്നും ചിന്തിക്കാറില്ല ഗൈസ്. പുട്ടൊന്നും ഇടാറില്ല. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബോണ്ട ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറന്നു ഗൈസ്. നോമ്പ് തുറക്കുമ്പോൾ വീടെടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക് തുറക്കുമ്പോഴുള്ള അവസ്ഥ. അപ്പോൾ പെട്ടെന്ന് തന്നെ നോമ്പ് തുറന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ചിക്കു, നാരങ്ങ ജ്യൂസ് അങ്ങനത്തെയൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുനാഫ, പിന്നെ ബോണ്ട അതൊക്കെ കഴിച്ചു. ബോണ്ടയും കുനാഫയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും താത്ത ഉണ്ടാക്കിയാണ്, അത് വേറെ കാര്യം. അങ്ങനെ ബോണ്ടയൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് നോമ്പ് തുറക്കുമ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. വെള്ളം കുടിച്ചാൽ തന്നെ എന്താ പറയുക, റാഹത്തായി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 10 മണി ഉപ്പ തറാവിക്കൊക്കെ പോയി വന്നു കഴിയുമ്പോൾ നമ്മൾ പത്തിരിയും കറിയും കുടിക്കാനോ ഓക്കെ തിന്നും. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയും പിന്നെ കട്ടൻ അപ്പം ഉണ്ടാവും. കട്ടൻ അപ്പം കുടിച്ചില്ലെങ്കിലും തലവേദനയാണ് കേസ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളൊരു റമദാൻ ഡേ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അതേപോലെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കിടന്നുറങ്ങും. അതാണ് കേട്ടോ പരിപാടി. പിന്നെ നമ്മൾ അത്താഴത്തിന് വീണ്ടും എണീക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ നോമ്പ് 29 ഇൻഷാ അല്ലാഹ് 30 ഉണ്ടെങ്കിൽ 30 അങ്ങനെ നമ്മളത് കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ബൈ ബൈ, സീ യു, ടാറ്റാ.